ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഇപ്രകാരം ദൈവസന്നിധിയുടെ അടുത്ത് വരുവാനും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിൾ സർവേയുടെ 49ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് സഭയായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം യോനാ പ്രവചനം അല്ലെങ്കിൽ യോനാ പ്രവാചകന്റെ പുസ്തകം നാം ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിനുശേഷം മീഖായുടെ പ്രവചനത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. മീഖായുടെ പ്രവചനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹോശേയ മുതൽ മലാക്കി വരെയുള്ള ചെറിയ പ്രവാചക പുസ്തകം അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ചെറിയ പ്രവാചകന്മാർ എന്ന ഇതിന് പേരുണ്ടെങ്കിലും അത്ര ചെറിയ സന്ദേശങ്ങളല്ല, വളരെ ഗൗരവമേറിയ സന്ദേശമാണ് ഈ ഓരോ പ്രവചന പുസ്തകത്തിലും അടങ്ങിയിരിക്കുന്നത്. ദൈവജനമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തിൽ അത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അത് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഈ പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ നിലയിലുള്ള ഒരു പ്രവചന പുസ്തകമാണ് ചെറിയ പ്രവചന പുസ്തകങ്ങളിൽ ഉള്ള ഒരു പ്രവചന പുസ്തകമാണ് മീഖായുടെ പുസ്തകം. ഈ മീഖായുടെ പുസ്തകം നമുക്കറിയാവുന്നത് പോലെ ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള മീഖ പ്രവാചകന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. എല്ലാ പ്രവചന പുസ്തകങ്ങളും അതുപോലെയാണ്. അതിന്റെ എഴുത്തുകാരൻ അതിന്റെ പേരിലാണ് ഈ പ്രവചന പുസ്തകങ്ങളൊക്കെയും അറിയപ്പെടുന്നത്. ആ നിലയിൽ ഈ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള മീഖായുടെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മീഖായെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മീഖ യെശയ്യാ പ്രവാചകന്റെ സമകാലികനായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം മീഖായുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖയ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് മീഖ പ്രവാചക ശുശ്രൂഷ ചെയ്തത്. ഇനി യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാവായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയും യെരുശലേം പറ്റി ദർശിച്ച ദർശനം. അപ്പോൾ ഇത് രണ്ടും മീഖായും അതുപോലെ യെശയ്യാവും സമകാലികന്മാരായിരുന്നു. ഒരേ സമയത്താണ് അവരെ ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മീഖ എന്നുള്ള പേരിന്റെ അർത്ഥം യഹോവയെ പോലെ ആരുള്ളൂ, അല്ലെങ്കിൽ യഹോവയ്ക്ക് തുല്യൻ ആർ എന്നാണ്. യഹോവയെ പോലെ ആരുള്ളൂ അല്ലെങ്കിൽ യഹോവയ്ക്ക് തുല്യൻ ആർ. ഈ പ്രവാചകന്റെ നാമധേയത്തിന് അനുയോജ്യമായിട്ടായിരുന്നു തന്റെ ദൂതും ശുശ്രൂഷയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. 7-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. മീഖ പ്രവചനം 7-ാം അധ്യായം 18-ാം വാക്യം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്ത് ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് മീഖ എന്നുള്ള വാക്കിന്റെ പേരിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മീഖായുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ മീഖായുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമിന് 20 മൈല് പടിഞ്ഞാറ് കിടക്കുന്ന ഗത്തിന് സമീപമുള്ള മൊരേശത്തായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് മോരസ്ത്യനായ മീഖയ്ക്ക് ഉണ്ടായ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അതുകൊണ്ട് നീ മൊരേശത്ത് ഗത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും. അപ്പോൾ മൊരേശത്ത് ഗത്ത്, അതായത് ഗത്തിന് സമീപമുള്ള മൊരേശത്ത്, അതായത് യെരുശലേമിന് 20 മൈല് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൊരേശത്ത് എന്ന് പറയുന്നത്. അതായിരുന്നു മീഖായുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ ഈ യെരമ്യാ പ്രവചനത്തിലും നമുക്ക് ഈ പ്രവാചകനെ കുറിച്ചും ഈ പ്രവാചകന്റെ സ്ഥലത്തെ കുറിച്ചും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെരമ്യാ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യെരമ്യാ പ്രവചനം 26-ാം അധ്യായം 18-ാം വാക്യം.
ഇരമ്യാവ് 26:18. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മൊരോഷ്ട്യനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും. ഓക്കെ, നമുക്ക് ആ വാക്യത്തിൽ നമുക്ക് പിന്നീട് നമുക്ക് കടന്ന് വരുന്നുണ്ട് നമ്മള്. അപ്പോൾ മൊരസ്ത്യനായിട്ടുള്ള അല്ലെങ്കിൽ മൊരേഷത്ത് കാരനായിട്ടുള്ള മീഖ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ യിരെമ്യാവിന്റെ പ്രവചനത്തിൽ മീഖായാവ് എന്നാണ് നാം കാണുന്നത്. അതായത് മീഖായാവ് എന്നാണ് തന്റെ പേര്. മീഖായാവ് എന്നതിന്റെ സംക്ഷിപ്ത രൂപമാണ് മീഖ എന്നുള്ളത്. അപ്പോൾ മീഖായാവ് എന്നാണ് മീഖയുടെ യഥാർത്ഥ പേര്. അതിന്റെ സംക്ഷിപ്ത രൂപമായിട്ട് മീഖ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മീഖയുടെ ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് തനിക്കുണ്ടായിരുന്ന യോഗ്യത നാം നോക്കുകയാണെങ്കിൽ, ആ യോഗ്യത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ശക്തിയും നിറവും അതുപോലെ വീര്യവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, മീഖ 3:8. അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടൻ യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ തനിക്കുണ്ടായ യോഗ്യത അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ ചെയ്യാനായിട്ട് തനിക്കുണ്ടായിരുന്ന യോഗ്യത എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതുപോലെ നിറവ്, അതുപോലെ വീര്യവുമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ പ്രവാചകന്റെ കാലഘട്ടം, അതിനെക്കുറിച്ച് നാം നോക്കിയതാണ്. കാലഘട്ടം, ഈ പ്രവാചകന്റെ അല്ലെങ്കിൽ ഈ മീഖ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലം. അപ്പോൾ യഹൂദ രാജാക്കന്മാരായിട്ടുള്ള യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്താണ് മീഖ തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്. യെശയ്യാവ് 1:1 നാം കണ്ടു. യെശയ്യാവിന്റെ സമകാലികനായിരുന്നു മീഖ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, മീഖയുടെ പ്രവചനം 3:12, 3-ാം അധ്യായത്തിന്റെ 12 ഉദ്ധരിച്ചുകൊണ്ട് അത് മീഖ പ്രവാചകൻ അരുളി ചെയ്തതാണെന്ന് യിരെമ്യാവ് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവിന്റെ പ്രവചനം 26:18 വാക്യത്തില് അവിടെ യിരെമ്യാവ് മീഖ പ്രവചനം 3:12 ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്കത് രണ്ടും ഒന്ന് വായിക്കാം. ആദ്യം മീഖ 3:12 വായിക്കാം. അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോന് വയൽ പോലെ ഒഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. അപ്പോൾ ഇത് യിരെമ്യാവ് അത് താനെ ഉദ്ധരിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായം 18-ാം വാക്യം. യിരെമ്യാവ് 26:18. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മൊരോഷ്ട്യനായ മീഖായാവ് സകല യഹൂദ ജനത്തോട് പ്രവചിച്ചു, സിയോനെ വയൽ പോലെ ഉഴുതു കളയും, യെരൂശലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മീഖയുടെ പ്രവചനത്തിൽ നിന്ന് യിരെമ്യാ പ്രവാചകൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യിരെമ്യാവിന് മുമ്പുള്ള പ്രവാചകനായിരുന്നു, അതായത് യെശയ്യാവിന്റെ സമകാലികനായിരുന്നു മീഖ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മീഖ ശമര്യരുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നാശത്തിന് മുമ്പും അതുപോലെ പിമ്പും തന്റെ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ശമര്യരുടെ നാശം എന്ന് പറയുന്നത് BC 722 രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണ്. അപ്പോൾ ശമര്യരുടെ നാശം BC 722. അതിന് മുമ്പും പിമ്പുമായിട്ട് മീഖയുടെ പ്രവചന കാലഘട്ടം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ പല രാജാക്കന്മാരുടെ പേര് നമുക്കറിയാം. ആ രാജാക്കന്മാരുടെ സമയത്താണ് താന് പ്രവചിച്ചത്. യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത്. യോഥാമിന്റെ കാലം എന്ന് പറഞ്ഞാല് ആഡംബരവും സുഖലോലുപതയും യെരൂശലേമിൽ നടമാടിയ ഒരു സമയമായിരുന്നു യോഥാമിന്റെ സമയം എന്ന് പറഞ്ഞാൽ. അതുപോലെ ആഹാസിന്റെ കാലത്ത് ചുറ്റുമുള്ള പല രാജ്യക്കാർ യഹൂദയെ ആക്രമിക്കുകയും
അതുപോലെ അശൂരിന് അവരെ കപ്പം കൊടുക്കാൻ നിർബന്ധിതമായി തീരുകയും ചെയ്തു വന്നു. ആ സമയത്താണ്, അതാണ് ആഹാസിന്റെ ഭരണകാലം എന്ന് പറയുന്നത്. നാം വായിക്കാം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം 17-18 ഭാഗം. ആഹാസിന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം 17-18. ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദ്യരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. ഫെലിസ്ത്യരും താഴ്വീതിയിലും യഹൂദായുടെ തെക്കും ഉള്ള പട്ടണങ്ങളെ ആക്രമിച്ച് ബേത് ഷേമെഷും അയാലോനും ഗെദെരോത്തും സൊഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നായും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. ഓക്കെ, അതുപോലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 16-18. ശബത്ത് താഴ്വരയിൽ രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയിൽ അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആഹാസിന്റെ കാലം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള രാജ്യങ്ങള് യഹൂദയെ ആക്രമിച്ചു. അതുപോലെ അവര് അശൂരിന് നിർബന്ധിതമായിട്ട് കപ്പം കൊടുക്കുവാനായിട്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയം എന്ന് പറഞ്ഞാല് അവര് ധനവാന്മാര് സാധുക്കളെ പീഡിപ്പിക്കുകയും അതുപോലെ ദേശത്ത് നിയമവും ന്യായവും ഇല്ലാതായിരിക്കുന്ന ഒരു സമയവുമായിരുന്നു അത്. പിന്നീട് ഹിസ്കിയാവിന്റെ സമയം എന്ന് പറഞ്ഞാൽ, ഹിസ്കിയാവ് നമുക്കറിയാം നവീകരണത്തിനും വേണ്ടി വളരെ ശ്രമിച്ച ഒരു നവീകരണം വരുത്തുവാനായിട്ട് വളരെ ശ്രമിച്ച ഒരു രാജാവാണ് ഹിസ്കിയാവ്. എങ്കിലും വേണ്ട രീതിയിൽ തനിക്ക് ഫലപ്രദമാകുവാനായിട്ട് സാധിച്ചില്ല. അത് മാത്രമല്ല, ന്യായപ്രമാണത്തിന് അവരുടെ ഇടയിൽ സ്ഥാനമില്ലാതായ ഒരു അവസ്ഥയായിരുന്നു ഈ സമയങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് അവര് പോയ ഒരു സമയത്താണ് ഇവിടെ മീഖ പ്രവചിച്ചത്. അത് മാത്രമല്ല, ന്യായാധിപന്മാരും പുരോഹിതന്മാരും ഒരുപോലെ കൈക്കൂലി വാങ്ങി സാധുക്കളുടെ ന്യായം മറിച്ചു കളയുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. അവര് മാത്രമല്ല, ന്യായാധിപന്മാര്, പുരോഹിതന്മാര്, അതുപോലെ പ്രവാചകന്മാരും പണത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാലം സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് മീഖ ശുശ്രൂഷ ചെയ്തതും പ്രവചിച്ചതും അതുപോലെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് ആഹ്വാനം ചെയ്തു. ഈ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർ കയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തി ഉള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ ഈ വംശത്തിന് നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. അപ്പോൾ ദുഷ്കാലമായിട്ടുള്ള ഒരു സമയം, ധനവാന്മാർ സാധുക്കളെ പീഡിപ്പിക്കുന്ന ഒരു സമയം ആണ് മീഖ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 6-ാം അധ്യായം 3-ാം വാക്യം, എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കാം. അതുപോലെ 5-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളെയൊക്കെയും ഇടിച്ചു കളയുകയും ചെയ്യും. അപ്പോൾ ആ കാലഘട്ടത്തെ കുറിച്ച് അവരുടെ ജീവിതം എപ്രകാരമായിരുന്നു, അത് മാത്രമല്ല ദൈവത്തിന് അവരോടുള്ള മനോഭാവം എപ്രകാരമായിരുന്നു, ഇതൊക്കെ നമുക്ക് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് ഇവിടെ മീഖ തന്റെ ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനിയും ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രവചന പുസ്തകത്തിന്റെ ഉദ്ദേശം, പർപ്പസ് നാം ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ശമരിയരുടെയും അതുപോലെ യഹൂദയുടെയും പാപനിമിത്തം അവർക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയുടെ വലുപ്പം അത് എത്രമാത്രമാണെന്ന് അവരെ അറിയിക്കുക. ശമരിയരുടെയും യഹൂദരുടെയും പാപം. അതിന്റെ ഈ മീഖയുടെ പ്രവചനം തുടങ്ങുന്ന ഇപ്രകാരമാണ്: യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് വരസ്ഥനായ മീഖയ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. ശമരിയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ച അരുളപ്പാട്. ശമരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേലിന്റെ രാജധാനിയായിരുന്നു, അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നു. അതുപോലെ യെരൂശലേം എന്ന് പറയുന്നത് യഹൂദയുടെ രാജധാനിയാണ്. അപ്പോൾ ഈ ശമരിയയ്ക്കും യെരൂശലേമിനും അല്ലെങ്കിൽ യഹൂദയ്ക്കും എതിരായിട്ട് താനെ പ്രവചിച്ചു. അപ്പോൾ അവര് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നത് മുഖാന്തരം അവർക്ക് വരാൻ പോകുന്ന ആ ന്യായവിധി അത് എത്രമാത്രം വലിയതായിരിക്കും എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ഇപ്രകാരമായിരുന്നെങ്കിലും അവര് പറഞ്ഞു നമുക്കോലെ അനർത്ഥവും വരാനായിട്ട് പോകുന്നില്ല. 3-ാം അധ്യായം 11-12 വാക്യം. 3-ാം അധ്യായം 11-12 വാക്യം. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഒഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. അപ്പോൾ അവര് പറയുന്നു, അവര് പുരോഹിതന്മാരും അധിപതിമാരും അതുപോലെ പ്രവാചകന്മാരും ഇവരെല്ലാം കൂലി വാങ്ങി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവര് ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ അവര് പറയുന്നത്, അവരൊരുപോലെ പറയുന്നു നമുക്ക് ഒരർത്ഥവും വരികയില്ല, യഹോവ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ജനവും പ്രമാണികളും പ്രസ്താവിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ അവർക്ക് വരാൻ പോകുന്ന ഭയങ്കര നാശത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മീഖ പ്രസ്താവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മീഖ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇന്നത്തെ ദൈവജനത്തിന്റെ അവസ്ഥയും ഇപ്രകാരം ആണോ എന്ന് നാം സംശയിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് നാം ചിന്തിക്കുന്നു, പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്ന് നാം ജീവിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അതുപോലെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവര് മടങ്ങി വന്നാൽ ദൈവം അവരോട് കരുണ കാണിക്കും. അത് മാത്രമല്ല അവർക്ക് വിടുതലും രക്ഷയും ലഭിക്കുമെന്നും താന് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിന്നോട് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരികയാണെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കും, ദൈവം അവരോട് കരുണ കാണിക്കും എന്നുള്ള സന്ദേശവും ഈ മീഖ പ്രവചനത്തിന് മീഖ അവരെ അറിയിക്കാം. അത് മാത്രമല്ല മശീഹയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പ്രവചനവും ഈ പ്രവചന പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വേദഭാഗമാണ്. 5-ാം അധ്യായം 2 മുതൽ 4 വരെ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായുള്ളതും തന്നെ. ഇവിടെ നാം അവരുടെ രക്ഷ മശീഹയുടെ അവതാരത്താലാണ് എന്നുള്ള സത്യം മീഖ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. മശീഹയുടെ അവതാരം അല്ലെങ്കിൽ മശീഹയുടെ വരവോടുകൂടിയാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള രക്ഷ സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ മശീഹ വരുന്നത് അവരുടെ തലസ്ഥാനമായിട്ടുള്ള യെരൂശലേമിലോ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലോ അല്ല എന്നും, സാധാരണക്കാരെ പോലെ ഒരു സാധാരണ നിലയിൽ ചെറുതും അപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് മശീഹ വരുന്നത്. അതായത് ബേത്ലഹേം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥലമാണ്, പ്രത്യേകതകളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് ബേത്ലഹേം. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരുടെ നിന്ന് സാധാരണ നിലയിലായിരിക്കും മശീഹ വരുന്നതും
വരുന്നത് എന്ന് താന് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. അത് മാത്രമല്ല, ഈ മീഖ എപ്പോഴും എളിയവരോട് ചേർന്ന് നിന്ന് പ്രവചിച്ച ഒരു പ്രവാചകനാണ്. എളിയവരോട് ചേർന്ന് പ്രവചിച്ചത് കൊണ്ട് ദരിദ്രരുടെ പ്രവാചകൻ എന്ന് മീഖയെ വിളിക്കാറുണ്ട്. ദരിദ്രരുടെ പ്രവാചകൻ എന്നും മീഖയെ സംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം നമുക്ക് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മീഖയുടെ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കത്തിലേക്ക് വരികയാണെങ്കിൽ, 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രവചനത്തിലുള്ളത്. ഇതിന് 7 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്, പ്രവചന പുസ്തകമാണ്. ഇതിന്റെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 മുതൽ 3 അധ്യായങ്ങളില് ശിക്ഷ, അവർക്ക് വരാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധിയെ നാം കാണുന്നുണ്ട്. പിന്നീട് 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ആശ്വാസം, അവർ മടങ്ങി വരികയാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആശ്വാസവും, പിന്നീട് മശീഹയുടെ വരവും മശീഹയുടെ രാജ്യസ്ഥാപനവും ആ രാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങളിലെ ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധി, 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ ആശ്വാസം, ഈ വിഷയങ്ങളാണ് നാം കാണുന്നത്. ഇനിയും ഓരോ അധ്യായത്തിലെ വിഷയങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, 1-ാം അധ്യായത്തില് ശമര്യയ്ക്കും യഹൂദയ്ക്കുമുള്ള ന്യായവിധി 1-ാം അധ്യായത്തിൽ നാം പ്രധാനമായിട്ട് കാണും. 2-ാം അധ്യായത്തില് അതിക്രമം പ്രവർത്തിക്കുന്നവർക്കുള്ള ന്യായവിധിയാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പിന്നീട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധികാരികൾ, അതുപോലെ കള്ളപ്രവാചകന്മാർ, ജാതികൾ എന്നിവരുടെ മേലുള്ള ന്യായവിധി, അവരൊക്കെയും പണം വാങ്ങി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി അവര് ശുശ്രൂഷ ചെയ്യുന്നു. അധികാരികള്, പ്രവാചകന്മാര്, പുരോഹിതന്മാര്, ഇവരൊക്കെ കൂലി വാങ്ങി അവര് ശുശ്രൂഷ ചെയ്യുന്ന അതപ്പതിച്ച കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇവർക്കൊക്കെയും വരാൻ പോകുന്ന ആ വലിയ ന്യായവിധി നമുക്ക് 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 4-ാം അധ്യായത്തില് വരുവാൻ പോകുന്ന രാജ്യത്തിന്റെ ആ സ്വഭാവം ആണ് 4-ാം അധ്യായത്തില് നാം കാണുന്നത്. പിന്നീട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിന്റെ 1-ാം വരവും, അതായത് മശീഹയുടെ 1-ാം വരവും, അതുപോലെ രാജാവിന്റെ തിരസ്കരണവും, അതുപോലെ രാജാവിന്റെ മടങ്ങി വരവും, അതുപോലെ മടങ്ങി വരവിന് അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളും 5-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്. പിന്നീട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനത്തിന്റെ നന്ദികേടും അതുപോലെ ദുഷ്ടതയും 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. 7-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മധ്യസ്ഥതയും അന്തിമമായിട്ടുള്ള കരുണയുമാണ് 7-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രവചനത്തില് പ്രധാനമായിട്ടും മീഖയുടെ പ്രവചനത്തില് നമുക്ക് ഓരോ അധ്യായത്തിലൂടെ നമുക്ക് നാം മനസ്സിലാക്കുന്നത്, നാം കാണുന്നത്. ഇനി നാം ഈ പ്രവചനത്തെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, യഥാർത്ഥ ദൈവഭക്തി എന്താണെന്ന് മീഖ ഇവിടെ പറയുന്നുണ്ട്. 6-ാം അധ്യായം 8-ാം വാക്യം നാം നേരത്തെ വായിച്ചതാണ്. ഒന്നുകൂടെ വായിക്കാം. 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മനുഷ്യ, നല്ലതെന്ന് അവർ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നാം കാണുന്നത് യഥാർത്ഥ ദൈവഭക്തി എന്താണ്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലും അതുപോലെ പ്രവാചക പുസ്തകങ്ങളിലും അടങ്ങിയിരിക്കുന്ന എല്ലാ സന്ദേശവും 3 സംക്ഷേപിച്ച് ഇവിടെ മീഖ ഇത് പറയുകയാണ്. 3 കാര്യങ്ങളാണ് എല്ലാത്തിന്റെയും, ന്യായപ്രമാണ പുസ്തകങ്ങളുടെയും പ്രവചന പുസ്തകങ്ങളുടെയും എല്ലാത്തിന്റെയും ഒരു സംക്ഷേപം എടുക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെന്തൊക്കെയാണ്? ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, താഴ്മയോടെ നടക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. അപ്പോൾ ഇതാണ് എല്ലാ പ്രവചനത്തിന്റെയും എല്ലാ സന്ദേശത്തിന്റെയും ആകത്തുക. ദൈവം നമ്മിൽ നിന്ന്, അല്ലെങ്കിൽ തന്റെ ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് 3മാണ്. അവിടെ പറയുന്നത് ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും, അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്, അല്ലാതെ എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ്: ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, താഴ്മയോടെ നടക്കുക. ഇതില്
സകല പ്രവചന പുസ്തകങ്ങളും സകല ന്യായപ്രമാണങ്ങളും ഇതില് അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ സകല കൽപ്പനകളെയും സകല പ്രവചനങ്ങളെയും എല്ലാം ന്യായപ്രമാണത്തെ ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് അത് ലഘൂകരിച്ച് മൂന്നായിട്ട് തിരിച്ച് നമുക്ക് തന്നിരിക്കാം. നമ്മൾ പലപ്പോഴും നാം വിചാരിക്കുന്നത് കർത്താവിന്റെ കൽപ്പനകൾ എന്നൊക്കെ പറയും, ദൈവത്തിന്റെ കൽപ്പന എന്നൊക്കെ പറയുന്നത് അത് വളരെ ഘനമേറിയതാണ്, അത് നമുക്ക് അത് അല്ലെങ്കിൽ അത് അനുസരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ചിലർ ചോദിക്കാറുണ്ട്, ബൈബിൾ അതുപോലെ അനുസരിച്ച് നടക്കാൻ ആർക്ക് കഴിയും? ഇതിലെ പ്രമാണങ്ങൾ മുഴുവൻ അനുസരിക്കാനായിട്ട് സാധിക്കുമോ? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുമോ? ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അനേക ദൈവമക്കളും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അധികം കാര്യങ്ങളൊന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ദൈവം വളരെ ഗഹനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാവുന്ന വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-29 വാക്യം. 28-ാം വാക്യം നമുക്കറിയാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29-ാം വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 30-ാം വാക്യം, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. നമ്മളെ കൊണ്ട് വഹിക്കാൻ കഴിയുന്ന ഭാരം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അതുകൊണ്ട് അവന്റെ കൽപ്പനകളെ ആചരിക്കുവാനായിട്ട് അതനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഇവിടെ പ്രവാചകനും ചോദിക്കുന്നതാണ്, ഇതല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ 3 കാര്യങ്ങൾ, എല്ലാ പ്രമാണങ്ങളും കൽപ്പനകളും, ഈ 3 കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നമ്മോടും ചോദിക്കുന്നത് ഇത് 3 ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരായിരിക്കുക, അതുപോലെ താഴ്മയോടെ നടക്കുക. അതുപോലെ നമുക്കറിയാം ഇതുപോലെ പലരും ഈ നിലയിലെ ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും വളരെ ലഘൂകരിച്ച് അല്ലെങ്കിൽ അത് സംക്ഷേപിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ ഏകദേശം നാം നോക്കുകയാണ്, ന്യായപ്രമാണത്തില് 613 പ്രമാണങ്ങളുണ്ട്. ന്യായപ്രമാണം നാം നോക്കുകയാണ്. ഈ ന്യായപ്രമാണത്തിലെ 613 പ്രമാണങ്ങളും ദാവീദ് 11 സംക്ഷേപിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? 15-ാം സങ്കീർത്തനം. 15-ാം സങ്കീർത്തനം നമുക്ക് അറിയാവുന്ന സങ്കീർത്തനമാണ്. അവിടെ 11 ഈ 613 പ്രമാണങ്ങള് 11 അവിടെ ലഘു അല്ലെങ്കിൽ സംക്ഷേപിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. 15-ാം സങ്കീർത്തനം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 15-ാം സങ്കീർത്തനം, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ വർഗത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തൊരു വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. അപ്പോൾ എല്ലാ പ്രമാണങ്ങളും 613 ന്യായപ്രമാണങ്ങളും ഈ 11 കാര്യത്തില് ഇവിടെ ദാവീദ് ഇവിടെ നമുക്ക് സംക്ഷേപിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കർത്താവ് ഇതിനെ എല്ലാ ന്യായപ്രമാണത്തെയും സകല ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും 2 നിയമങ്ങളില് 2 പ്രമാണങ്ങളിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 35 മുതൽ 40 വരെ. സദൂക്കിനെ അവൻ മിണ്ടാക്കിയത് കേട്ടിട്ട് പരീക്ഷണം വന്നു ചൂടി. അവരൊരു ന്യായശാസ്ത്രവനെ പരീക്ഷിച്ച്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. 2-മത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നൊപ്പം തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറയും. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഈ 2 ന്യായപ്രമാണം അല്ലെങ്കിൽ ഈ 2 കൽപ്പന
ഇതില് പഴയ നിയമത്തിലെ സകല ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും പ്രവചന പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്നതായിട്ട് കർത്താവ് പറഞ്ഞു. അതേതൊക്കെയാണ്? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പിന്നെ രണ്ടാമത്തേത്, കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിലെല്ലാം ന്യായപ്രമാണവും അടങ്ങിയിരിക്കുകയാണ്. ഏത് കൽപ്പന നമ്മൾ എടുത്താലും, നമ്മൾ നേരത്തെ പറഞ്ഞ 613 പ്രമാണങ്ങളുണ്ട്. ഇതിലേത് പ്രമാണം എടുത്താലും ഇത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നില് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവിന്റെ കൽപ്പനകള് നാം വിചാരിക്കുന്നത് പോലെ ഭാരമുള്ളവയല്ല. അത് വളരെ ലഘുവാണ്, മൃദുവാണ്. അത് നമ്മളെ കൊണ്ട് സഹിക്കാത്ത ഭാരം നമുക്കൊരിക്കലും ഈ കർത്താവ് തരുന്നില്ല എന്ന് നമുക്ക് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. സൗമ്യതയും താഴ്മയുള്ള ഒരാൾക്ക് ഭാരം അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മുഖം നമ്മുടെ മേൽ വെച്ച് തരുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് മീഖ ഇവിടെ ചോദിക്കുന്നത്, ഇതിലും കൂടുതൽ എന്താണ് ദൈവം യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ 3 കാര്യം, ഇതിൽ കൂടുതൽ എന്താണ് ചോദിക്കുന്നത്? ഈ മൂന്ന് കാര്യം പോലും നിങ്ങൾക്ക് അനുസരിക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് യാക്കോബിന്റെ ലേഖനത്തിലും യാക്കോബും ഇതിനെ രണ്ടായിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിന്റെ ലേഖനത്തിലും രണ്ടായിട്ട് ഈ കൽപ്പനകളെ വിവരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കോബ് 1:27, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം. പിതാവായ ദൈവത്തിന് മുൻപാകെ അശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വേണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാകും. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്താണ്? പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തി എന്താണ്? അത് 2 കാര്യങ്ങളാണ് ഇവിടെ യാക്കോബ് താൻ ഇവിടെ വിവരിക്കുന്നത്. എന്താണ്? ഒന്നാമതായിട്ട് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക, അത് ഒന്നാമത്തേത്. 2, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ട് ഇവിടെ യാക്കോബ് ഇവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നീട് നാം നോക്കുകയാണെങ്കിൽ മീഖയുടെ പ്രവചനത്തിലേക്ക് നാം വരികയാണെങ്കിൽ, ഇവിടെ മീഖയുടെ സന്ദേശം നാം നോക്കുമ്പോൾ കേൾപ്പീൻ എന്ന് ആവർത്തിച്ച് പറയുന്ന വാക്കില് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈ മീഖയുടെ പ്രവചനത്തില് കേൾപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും മീഖ ഇവിടെ പറയുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 2-ാം വാക്യം, മീഖ 1:2. സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ. 3-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഞാൻ പറഞ്ഞ യാക്കോബിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന് അധിപതിമാരുമായുള്ളവരെ കേൾപ്പീൻ. 9-ാം വാക്യം, 3:9. ന്യായം കേൾക്കുകയും ചൊവ്വുള്ളത് ഒക്കെയും വളച്ചുകളയുകയും ചെയ്യുന്ന യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. പിന്നീട് 6-ാം അധ്യായത്തിലേക്ക്, 6-ാം അധ്യായം 1-ാം വാക്യം. യഹോവ അരുളിച്ചെയ്യുന്നത് കേൾപ്പീൻ. 9-ാം വാക്യം, 6:9. കേട്ടോ, യഹോവ പട്ടണങ്ങളോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ കേൾപ്പീൻ എന്ന് പറഞ്ഞാണ് ഇവിടെ മീഖ തന്റെ പ്രവചനം ഇവിടെ പറയുന്നത്. അപ്പോൾ കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു ജനത്തോടാണ് മീഖ ഇവിടെ പ്രവചിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് കേൾപ്പീൻ എന്ന് പറഞ്ഞ് അവരെ ഓർപ്പിക്കേണ്ടുന്ന ഒരു ആവശ്യം നാം അവിടെ കാണുന്നുണ്ട്. പിന്നീട് ഈ പ്രവചനത്തിന്റെ താക്കോൽ വാക്ക് പ്രധാന വാക്കെന്ന് പറയുന്നത് ദയ എന്നുള്ള വാക്കാണ്. അതുപോലെ താക്കോൽ വാക്യങ്ങളായിട്ട് നാം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളായിട്ട് നാം നോക്കുകയാണെങ്കിൽ, ഒന്ന് നാം നേരത്തെ വായിച്ച 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവിടെ മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിന്നോട് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ അതിന്റെ 7-ാം അധ്യായം 18-ാം വാക്യം, അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവൻ പ്രസാദിക്കുന്നു. അപ്പോൾ
ഈ വാക്യങ്ങൾ നമുക്ക് ആ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് മീഖ പ്രവചനത്തിലെ ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. മീഖ പ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യത്തില് നാം വായിക്കുന്നത്, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. യേശു ക്രിസ്തുവിനോട് നമുക്ക് ലഭിക്കുന്ന പാപമോചനവും അതുപോലെ നിത്യരക്ഷയും കാണിക്കുന്ന ഒരു പ്രവചനമായിട്ട് നമുക്ക് ഈ പ്രവചനം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 9 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 9 വരെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പോൾ നമ്മുടെ സകല പാപങ്ങളും അവൻ നീക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതുപോലെ കർത്താവിനെ കുറിച്ചുള്ള മശിഹയെ കുറിച്ചുള്ള പല പ്രവചനങ്ങളും നമുക്ക് ഇവിടെ കാണാം. 5-ാം അധ്യായം 2-ാം വാക്യം നാം നേരത്തെ വായിച്ചതാണ്. നീയോ ബേഥലേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായുള്ളതും തന്നെ. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നത് എവിടെയാണ്, യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ മീഖ പ്രവചിച്ചിട്ടുണ്ട്. ബേഥലേം എഫ്രാത്തയും അത് വേറെ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ജനിക്കുന്നതിനും 700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവാചകനാണ്, ശുശ്രൂഷ പ്രവാചകനാണ് മീഖ. അപ്പോൾ നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞു ബേഥലേം എഫ്രാത്തയിലാണ് ക്രിസ്തു ജനിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ യേശു ക്രിസ്തു രാജാവായിട്ട് വാഴും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2-ാം അധ്യായം 12-13 വാക്യം. 2:12-13. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ചുറ്റയും ചേർത്തുകൊള്ളും, ഇസ്രായേൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെ പോലെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കൽ നടക്കും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായി നടക്കും. അപ്പോൾ ക്രിസ്തു രാജാവായിട്ട് വാഴും. 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ. 4-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ ക്ലേശിപ്പിച്ചതിനെ ശേഖരിക്കുകയും ഉണർന്നു നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നത്, യേശുക്രിസ്തു രാജാവായിട്ട് വാഴുവാൻ പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ ക്രിസ്തുവിന്റെ ഭരണത്തില് നീതി, സമാധാനം, സമൃദ്ധി എന്നിവയെല്ലാം ഉള്ള ഒരു ഭരണമായിരിക്കും കർത്താവിന്റെ ഭരണം. 4-ാം അധ്യായം 3-4 വാക്യത്തില് അവൻ അനേക ജാതിയുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി കുന്തങ്ങളെ വാക്കത്തികളായി അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളൊന്നുമില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തരും താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ അത് അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകും. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജാവായിട്ട് കർത്താവ് വാഴും. അപ്പോൾ ആ വാഴ്ചയുടെ സമയം എന്ന് പറഞ്ഞാല് നീതിയും സമാധാനവും സമൃദ്ധിയും അവരെ ആരും ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. അവർക്കിനി യുദ്ധം ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സമയം തന്റെ ജനത്തിന് വരുവാനായിട്ട് പോവുകയാണ് എന്നുള്ള ആ ഒരു സന്ദേശവും ഇവിടെ മീഖ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മീഖയുടെ പ്രവചനത്തിൽ പ്രധാനമായിട്ട് നാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ പ്രവചനത്തിൽ നാം കണ്ട് മീഖയുടെ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത് യഹൂദജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയ
ഒരു സമയമാണ്. ഞങ്ങൾക്ക് ഒരു അനർത്ഥവും ഭവിക്കത്തില്ല, യഹോവ ഞങ്ങളോട് ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ അവര് യഹോവയിൽ ചാരിക്കൊണ്ട് അവര് ജീവിച്ചു, മുമ്പോട്ട് പോയി. എന്നാല് അവര് വളരെ ദൈവത്തിൽ നിന്ന് അകന്ന് പോയ ഒരു കാലഘട്ടം. പ്രവാചകന്മാരും പുരോഹിതന്മാരും അധിപതിമാരും ഒക്കെ കൂലി മേടിച്ച് പണസമ്പാദനത്തിനായിട്ട് കൂലി വാങ്ങി അവര് ശുശ്രൂഷ ചെയ്യുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ മധ്യത്തിൽ മീഖ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിവീൻ, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവീൻ എന്ന് മീഖ അവിടെ നിങ്ങൾ കേൾപ്പീൻ എന്ന് പറഞ്ഞ് അവരോട് ഈ പ്രവചനം പ്രവചിക്കുന്നതായിട്ട് ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിലുള്ള ദൈവ സന്ദേശം കേൾപ്പാൻ താല്പര്യമില്ലാത്ത ഒരു ജനത്തെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാൻ, നമ്മുടെ ആത്മീയ നിലവാരം പ്രകാരമാണ് നാം ദൈവത്തോട് അടുത്തിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കുന്നെങ്കിലും നാം യഥാർത്ഥത്തിൽ നാം എവിടെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ചുമട് അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് നിറവേറ്റുവാനായിട്ട് സാധിക്കും. ഇതിലധികമായിട്ടൊന്നും യഹോവ ചോദിക്കുന്നില്ല. ഇത്രയും ഇതല്ലാതെ എന്താകുന്നു യഹോവ നിങ്ങളോട് ചോദിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ലഘുവായിട്ടുള്ള ചുമടാണ് നമ്മുടെ മേലെ കർത്താവ് വെക്കുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഭാരമായിട്ടുള്ള ചുമട് ഒരിക്കലും അവൻ നമുക്ക് തരികയില്ല. അത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ കുഴപ്പമാണ്. അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് വിലവിനാധികം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വിലനാമം കൊടുക്കണം.